ഓക്കെ, അപ്പോൾ നമ്മൾ ഡി എൻ എ റെപ്ലിക്കേഷൻ ആണ് പറയുന്നത്. അപ്പോൾ ഡി എൻ എ റെപ്ലിക്കേഷനെ കുറിച്ച് നമ്മൾ അതിൻ്റെ കുറച്ച് എൻസൈമുകളെയൊക്കെ പരിചയപ്പെട്ടിരുന്നു. അപ്പോൾ ഒന്ന് ഞാൻ ചുരുക്കി പറയാം. ഡി എൻ എ റെപ്ലിക്കേഷന് പ്രധാനമായിട്ടും വേണ്ടുന്ന എൻസൈമുകൾ നിങ്ങൾ തന്നെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തൊക്കെ എൻസൈമുകൾ ആ പേരെന്ന് പറഞ്ഞിരുന്നു. നമുക്ക് ടീലോമിറൈസ് വേണം, ഡി എൻ എ ലിഗേസ് വേണം, അതുപോലെ തന്നെ അതിനകത്ത് വരുന്ന പോളിമറൈസ്, അങ്ങനെ കുറച്ച് എൻസൈമുകളൊക്കെ ഇതിൽ ആവശ്യമുണ്ട്. അപ്പോൾ ഇവയെ നമുക്ക് ടൂൾസ് അല്ലെങ്കിൽ അപ്പാരറ്റസ് ഓഫ് ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന് പറയാം. അപ്പോൾ അത് തന്നെ നമ്മൾ ഒന്നുകൂടെ പറയുകയാണ്. ഇതിനകത്ത് കുറച്ച് പ്രോട്ടീനുകളും എൻസൈമുകളും ഒക്കെ റെപ്ലിക്കേഷൻ നടക്കാൻ ആവശ്യമുണ്ട്. ഈ ഓരോ എൻസൈമിനും ഓരോരോ ഫങ്ഷനുകളും വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് ഡി എൻ എ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ ഡി എൻ എ പ്രോട്ടീൻ എന്ന് പറഞ്ഞൊരു പ്രോട്ടീൻ ആവശ്യമുണ്ട്. അതിൻ്റെ മോളിക്കുലർ വെയിറ്റ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡി എൻ എ പ്രോട്ടീൻ ചെയ്യുന്നത് ഫസ്റ്റ് ഡി എൻ എ പ്രോട്ടീൻ വന്നിട്ട് നമ്മുടെ ഡബിൾ സ്ട്രാൻഡഡ് ഹെലിക്കൽ സ്ട്രക്ചറിലുള്ള ഡി എൻ എ അവിടെ ഒറി സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പോൾ ഒറി സീക്വൻസിനെ റെക്കഗ്നൈസ് ചെയ്തെങ്കിൽ മാത്രമേ അവിടെ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആവുകയുള്ളൂ. നമുക്കറിയാം ആ വൈ ഷേപ്പിലുള്ള ബബിൾ പോലെ ഇരിക്കുന്ന ആ ഒരു സ്ട്രക്ചർ റെപ്ലിക്കേഷൻ ഫോർക്ക് ഫോം ചെയ്യുന്നത് ഒറി സൈറ്റിലാണ്. അപ്പോൾ ഈ ഒറി സൈറ്റ് ഡി എൻ എ ഡബിൾ ഹെലിക്സിൽ എവിടെയാണ് എന്ന് തിരിച്ചറിയുന്നത് ഡി എൻ എ പ്രോട്ടീൻ ആണ്. അപ്പോൾ ഡി എൻ എ പ്രോട്ടീൻ വന്ന് ഡി എൻ എയുടെ ഏതെങ്കിലും ഭാഗത്ത് അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ അവിടെ ഡി എൻ എ റെപ്ലിക്കേഷൻ ഫോർക്ക് അല്ലെങ്കിൽ റെപ്ലിക്കേഷൻ ബബിൾ അവിടെ ഒറി സൈറ്റിൽ ഫോം ചെയ്യാൻ തുടങ്ങും. അതിനുശേഷം ഈ ബബിൾ ഫോം ചെയ്യണമെങ്കിൽ എന്താ വേണ്ടത്? ഡി എൻ എ റാപ്പ് ചെയ്ത് ചില പ്രോട്ടീനുകളൊക്കെ കൊണ്ട്, ഹിസ്റ്റോണുകൾ കൊണ്ട് ഡി എൻ എ ഇങ്ങനെ ബൈൻഡ് ചെയ്ത് വെച്ചിരിക്കുക. ഈ ഡി എൻ എ നമ്മൾ തിരിച്ച് അൺവൈൻഡ് ചെയ്യണം. അത് അൺവൈൻഡ് ചെയ്യണമെങ്കിൽ അവിടെ ഡി എൻ എ ബി പ്രോട്ടീൻ, ഡി എൻ എ ഹെലിക്കേസ് എന്ന് പറഞ്ഞ എൻസൈം അവിടെ വരുന്നു. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ദ ഡി എൻ എ ബി പ്രോട്ടീൻ. ഡി എൻ എ ബി പ്രോട്ടീൻ അതിന് 6 സബ് യൂണിറ്റ് ആണുള്ളത്. ഡി എൻ എ പ്രോട്ടീനും ഒരു സബ് യൂണിറ്റ്. അപ്പോൾ ഈ ഡി എൻ എ ബി പ്രോട്ടീൻ വന്ന് അറ്റാച്ച് ചെയ്യുന്നതോടുകൂടി ഈ ഒറി സൈറ്റ് എൻ്റെ അവിടുത്തെ ഹെലിക്കൽ സ്ട്രക്ചർ മാറി അൺവൈൻഡ് ചെയ്ത് ഡി എൻ എ ഡബിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ പതുക്കെ ഓപ്പൺ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ അതിനുശേഷം വരുന്നതാണ് ഡി എൻ എ സി പ്രോട്ടീൻ. ഡി എൻ എ സി പ്രോട്ടീൻ ഒരു സബ് യൂണിറ്റ് ഉണ്ട്. അത് വന്ന് അസിസ്റ്റ് ഡി എൻ എ ബി ടു ബൈൻഡ് അറ്റ് ഒറി സൈറ്റ്. ഡി എൻ എ ബിയെ ഒറി സൈറ്റിൽ അറ്റാച്ച് ചെയ്യാൻ സഹായിക്കുന്നത് ഡി എൻ എ സി പ്രോട്ടീൻ ആണ്. അപ്പോൾ നമ്മൾ ഡി എൻ എ പറഞ്ഞു, ബി പറഞ്ഞു, സി പറഞ്ഞു. ഡി എൻ എ ബി ഈസ് ഓൾസോ നോൺ ആസ് ദ ഡി എൻ എ ഹെലിക്കേസ്. ദെൻ ഡി എൻ എ പോളിമറൈസസ് എന്ന് പറഞ്ഞ അടുത്ത ഒരു പ്രോട്ടീൻ ഉണ്ട്. ഡി എൻ എ പോളിമറൈസസ് ആണ് അവിടെ ന്യൂ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യാൻ ആവശ്യമായ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ കൊടുക്കുന്നത്. And the next important protein is the DNA G protein. It synthesizes RNA primer. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞു ഡി എൻ എ പാരന്റ് സ്ട്രാൻഡ് ടെംപ്ലേറ്റ് ആയിട്ട് നിന്ന് അവിടെ ഡോട്ടർ സ്ട്രാൻഡിനെ സിന്തസൈസ് ചെയ്യണമെങ്കിൽ അവിടെ ഒരു ബേസ് വേണം. ആ ബേസിനെ വിളിക്കുന്ന പേര് RNA പ്രൈമർ ആണ്. അതൊരു ഷോർട്ട് സെഗ്മെന്റ് ഓഫ് RNA ആണ്. അപ്പോൾ RNA പ്രൈമറിനെ സിന്തസൈസ് ചെയ്യുന്നത് ഡി എൻ എ ജി പ്രോട്ടീൻ ആണ്. അതിനെ നമുക്ക് മറ്റൊരു പേരിൽ വിളിക്കാം, ഡി എൻ എ പ്രൈമേസ് എൻസൈം എന്ന് വിളിക്കാം. അതുപോലെ അടുത്തതാണ് SSB പ്രോട്ടീൻ. സിംഗിൾ സ്ട്രാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻ ആണ്. നമുക്കറിയാം ഈ സിംഗിൾ സ്റ്റാൻഡഡ് ബൈൻഡിങ് പ്രോട്ടീൻ ഇല്ലെങ്കിൽ ഡി എൻ എ വീണ്ടും ഡബിൾ സ്റ്റാൻഡായി മാറും. ഇതിനെ അൺവൈൻഡ് ചെയ്ത് സിംഗിൾ സ്റ്റാൻഡാക്കി തന്നെ നിർത്താൻ സഹായിക്കുന്നത് ഈ ബൈൻഡിങ് പ്രോട്ടീനുകളാണ്. അടുത്തതാണ് ഡി എൻ എ ഗൈറേസ്. ഇസ് ഓൾസോ നോൺ ആസ് ദ ടോപ്പോ ഐസോമിറേസ്. ഇറ്റ് റിലീവ്സ് ടോഷണൽ സ്ട്രെയിൻ ജനറേറ്റഡ് ബൈ അൺവൈൻഡിങ്. ഡി എൻ എ ഹെലിക്കലായിരുന്നു. ആ ഹെലിക്കലിനെ നമ്മൾ അഴിച്ച് അൺവൈൻഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടോഷൻ ഉണ്ടാവും. ആ ടോഷൻ സ്ട്രെയിനിനെ സോൾവ് ചെയ്യുന്നതാണ് ഡി എൻ എ ഗൈറേസ്. ഇനി നമുക്ക് നോക്കാം പ്രോക്യാരിയോട്സിൽ ഉള്ള ഡി എൻ എ പോളിമറൈസിനെ കുറിച്ച് നമുക്ക് നോക്കാം. അപ്പോൾ ഡി എൻ എ പോളിമറൈസ് 1 ആണ് പ്രോക്യാരിയോട്സിൽ സാധാരണ കാണപ്പെടുന്നത്. ആർതർ കോൺബർഗ് എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ആണ് ഇതിനെ കണ്ടെത്തിയത്. ദ ഫസ്റ്റ് ഡി എൻ എ ഡിപ്പെൻഡന്റ് ഡി എൻ എ പോളിമറൈസ്. അപ്പോൾ ഡി എൻ എ ഡിപ്പെൻഡന്റ് ഡി എൻ എ പോളിമറൈസ് ആണ് ഡി എൻ എ പോളിമറൈസ് 1. വാസ് ഡിസ്കവേർഡ് ഇൻ 1958 ബൈ ആർതർ കോൺബർഗ്, ഹു റിസീവ്ഡ് നോബൽ പ്രൈസ് ഇൻ ഫിസിയോളജി ആൻഡ് മെഡിസിൻ ഇൻ 1959.
DNA polymerase is considered as Kornberg enzyme. അതുകൊണ്ട് തന്നെ DNA polymerase 1നെ നമ്മൾ കോൺബെർഗ് എൻസൈം എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇത് സാധാരണ പ്രോക്യാരിയോട്സിൽ കാണപ്പെടുന്ന എൻസൈമാണ്. പിന്നീട് അതിനുശേഷം DNA polymerase 2ഉം 3ഉം കണ്ടെത്തി. All of them possess the following biological activity. അപ്പം ഓരോ DNA പോളിമറൈസിനും ആക്ടിവിറ്റി കുറച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ചില ഈ DNA പോളിമറൈസുകൾക്കെല്ലാം തന്നെ 5'3' പോളിമറൈസ് ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ എന്താണ് 5'3' പോളിമറൈസ് ആക്ടിവിറ്റി? 5' നിന്ന് 3' ഡയറക്ഷനിലോട്ട് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ ആഡ് ചെയ്ത് കൊടുത്ത് അവിടെ ആ ചെയിനിൻ്റെ ഗ്രോയിങ് ചെയിനിൻ്റെ ലെങ്ത് കൂട്ടിക്കൊടുക്കാനുള്ള എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് നമുക്ക് പറയാം DNA പോളിമറൈസ് 2 and 3 ഇവർക്ക് എന്തിൻ്റെ ആക്ടിവിറ്റി ഉണ്ട്? 5'3' പോളിമറൈസ് ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ അവർക്ക് അടുത്ത ഒരു ഫീച്ചർ ആക്ടിവിറ്റി ആണുള്ളത് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി. അപ്പോൾ എന്താണ് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി മീൻസ്? ഈ ആക്ടിവിറ്റിയും ഇതുപോലെ നമ്മുടെ ഈ പറഞ്ഞ DNA പോളിമറൈസിനുണ്ട്. അപ്പോൾ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി മീൻസ് ക്ലീവിംഗ് ന്യൂക്ലിയോടൈഡ്സ് അറ്റ് എ ടൈം ഫ്രം ദ എൻഡ്. അപ്പോൾ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ കട്ട് ചെയ്യാൻ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. അവയെ പുറത്ത് അവരുടെ സർഫസിൽ കട്ട് ഉണ്ടാക്കാനായിട്ട് ഇവർക്ക് കഴിയും. അപ്പോൾ ന്യൂക്ലിയസ് ആക്ടിവിറ്റി നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, എൻഡോ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയും എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയും. അപ്പോൾ ഇവിടെ ഈ എൻസൈമുകൾക്ക് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ആണുള്ളത്. ഇവരുടെ 1 at a time ഫ്രം ദ എൻഡ്. അപ്പോൾ ഇവർക്ക് ന്യൂക്ലിയോടൈഡുകളിൽ കട്ട് ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. പോളിയോ ന്യൂക്ലിയോടൈഡ് ചെയിനിൽ ബ്രേക്ക് ഉണ്ടാക്കാനുള്ള ഫോസ്ഫോഡൈസ്റ്റർ ബോണ്ടുകളെ തമ്മിൽ ബ്രേക്ക് ചെയ്യിക്കാനുള്ള കഴിവും ഇവർക്കുണ്ട്. അതിനാണ് നമ്മൾ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈക്കോളയിലുള്ള പ്രോക്യാരിയോട്സിലുള്ള DNA പോളിമറൈസുകളുടെ ആ ഒരു കമ്പാരിസൺ, അവരുടെ സ്ട്രക്ചറൽ ഡിഫറൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറേ സബ് യൂണിറ്റുകൾ DNA പോളിമറൈസ് 1, 2, 3 ഇങ്ങനെ 3 DNA പോളിമറൈസുകളാണ് ബാക്ടീരിയയിൽ കാണപ്പെടുന്നത്. ഈ DNA പോളിമറൈസ് 1ൽ അവരുടെ സ്ട്രക്ചറൽ ജീൻ പോളിമറൈസ് A ആണ്, ബിയിൽ DNA പോളിമറൈസ് 2ൽ B ആണ്, 3ൽ C ആണ്. അപ്പോൾ പോളിമറൈസ് 3യെ നമ്മൾ DNA-E എന്നും കൂടെ വിളിക്കുന്നുണ്ട്. ഇവർക്കുള്ള സബ് യൂണിറ്റ്സ് 1ൽ 1 തന്നെയാണ്, പോളിമറൈസ് 2ൽ 7 സബ് യൂണിറ്റ് ഉണ്ട്, 3ൽ ഗ്രെറ്റർ ദാൻ ഓർ ഈക്വൽ ടു 10 സബ് യൂണിറ്റ് ആണുള്ളത്. അതുപോലെ ഇവരുടെ മോളിക്കുലാർ വെയിറ്റ് ഈ കൊടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അത് വളരെ വിശദമായിട്ട് നിങ്ങൾ പറയണമെന്നില്ല. ഇവിടെ മോളിക്കുലാർ വെയിറ്റ് കൂടിയത് DNA പോളിമറൈസ് 3നാണ്. ഇനി ഇവർക്ക് ഏറ്റവും നമ്മൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന പ്രത്യേകത 3' to 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. ഈ 3 DNA ബാക്ടീരിയയിൽ കാണുന്ന 3 DNA പോളിമറൈസിനും 3' to 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി, അതിനെ നമ്മൾ മറ്റൊരു പേരിൽ വിളിക്കും പ്രൂഫ് റീഡിംഗ് ആക്ടിവിറ്റി. നമ്മൾ നേരത്തെ പറഞ്ഞു DNA പോളിമറൈസ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ ഇങ്ങനെ ആഡ് ചെയ്ത് പോകും. ആഡ് ചെയ്ത് പോയ സമയത്ത് അവിടെ എവിടെയെങ്കിലും ഒരു മിസ്മാച്ച് ആയിട്ടുള്ള ഒരു ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എറർ കണ്ടുപിടിച്ച് അതിനെ റെക്ടിഫൈ ചെയ്ത് അവിടെ കട്ടുണ്ടാക്കി അതിനെ എടുത്ത് കളയണം. അപ്പോൾ ഇങ്ങനെ പ്രൂഫ് റീഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഈ 3 DNA പോളിമറൈസിനും ഉണ്ട്. അപ്പോൾ ബാക്ടീരിയയിൽ കാണുന്ന അല്ലെങ്കിൽ ഈക്കോളയിലുള്ള 3 DNA പോളിമറൈസിനും ഈ ആക്ടിവിറ്റി ഉണ്ട്. എന്ത് ആക്ടിവിറ്റി? 3' to 5' ഡയറക്ഷനിലോട്ട് പ്രൂഫ് റീഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റി ഉണ്ട്. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് എറർ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാനുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അങ്ങനെ ചെക്ക് ചെയ്ത് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവിടെ ഹൈഡ്രജൻ ബോണ്ടിനെ കട്ട് ചെയ്ത് അതിനെ റിമൂവ് ചെയ്ത് കട്ട് ഉണ്ടാക്കാനുള്ള എബിലിറ്റി ഇവർക്കുണ്ട്. അതാണ് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി. ഇനി നോക്കിക്കേ, 5' to 3' ഡയറക്ഷനിൽ ഈ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ടോ? അത് ഉള്ളത് DNA പോളിമറൈസ് 1ന് മാത്രമാണ്. കണ്ടോ? അപ്പോൾ 3' to 5' ഡയറക്ഷനിലോട്ട് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉള്ളത് 3 പേർക്കും ഉണ്ട്. പക്ഷെ 5' to 3' ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഈ ആക്ടിവിറ്റി ചെയ്യാനുള്ള കഴിവ് DNA പോളിമറൈസ് 1ന് മാത്രമേ ഉള്ളൂ. ഇനി ഇവരുടെ പോളിമറൈസേഷൻ റേറ്റ്, എത്രത്തോളം ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യാനുള്ള കഴിവ്, ആ ഒരു സ്പീഡ് ആർക്കാണ് കൂടുതലുള്ളത്? ആ ആക്ടിവിറ്റി, എത്ര ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാനുള്ള എബിലിറ്റി
16 മുതൽ 20 ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യാനുള്ള ആക്ടിവിറ്റി 1-നുണ്ട്, 2-ന് 40, 3-ക്ക് 250 മുതൽ 1000 വരെ ന്യൂക്ലിയോടൈഡിനെ കൊടുക്കാനുള്ള ഒരു റേറ്റ് ഉണ്ട്. ഇനി ഇവരുടെ പ്രോസസിവിറ്റി നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോസസിവിറ്റി കാണിക്കുന്നതും DNA പോളിമറൈസ് 3 ആണ്. അപ്പോൾ ഇതാണ് ഇത് മൂന്നും തമ്മിലുള്ള ഒരു കമ്പാരിസൺ. ഈ കമ്പാരിസനെ കുറിച്ച് നിങ്ങൾക്ക് ഒരുപാട് നോട്ട്സുകളൊക്കെ സെർച്ച് ചെയ്താൽ കിട്ടും. പക്ഷെ ബേസ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഇവരുടെ ഒരു കമ്പാരിസൺ ഇതാണ്. DNA പോളിമറൈസ് ഈക്കോളയിൽ കാണപ്പെടുന്ന 3 DNA പോളിമറൈസ് ഉണ്ട്. ആ മൂന്നിൻ്റെയും കമ്പാരിറ്റീവ് സ്ട്രക്ചറൽ വേരിയേഷനാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതാ ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ് ഈ എക്സോ ന്യൂക്ലിയസ് ഫംഗ്ഷൻ. ഇറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. 5-3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കറിയാം DNA-ക്ക് 2 ഡയറക്ഷൻ ഉണ്ട്. 5-3' ഒരു സ്ട്രാൻഡ് 3-5' ആണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ 5-3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിച്ചാൽ റിമൂവ് പ്രൈമർ ഓർ എക്സൈസ് മ്യൂട്ടേറ്റഡ് സെഗ്മെന്റ്. ഇപ്പോൾ ഇവിടെ എവിടെയെങ്കിലും മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു സെഗ്മെന്റ് കടന്നു കൂടിയിട്ടുണ്ടെങ്കിൽ ആ സെഗ്മെന്റിനെ പെട്ടെന്ന് തന്നെ നമ്മുടെ DNA പോളിമറൈസ് വന്ന് കണ്ടെത്തി. ഇപ്പോൾ 5-3' ഡയറക്ഷനിൽ ന്യൂക്ലിയസ് ആക്ടിവിറ്റി നടത്താനുള്ളത് DNA പോളിമറൈസ് 1-ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമുക്കറിയാം 1-ഉം 2-ഉം 3-ഉം ആണെങ്കിൽ അവരിങ്ങനെ ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതിന് ആരെങ്കിലും വന്നതിൽ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ ഇവിടെ ഒരു എറർ ഉണ്ടെങ്കിൽ ആ എററിനെ അല്ലെങ്കിൽ പ്രൈമറിനോട് പറയുകയാണ് ഇനി ന്യൂക്ലിയോടൈഡിനെ ആഡ് ചെയ്യേണ്ട, നിങ്ങളിത് ഇവിടെ ആഡ് ചെയ്ത് ഇവിടം വരെ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ട്, അതിനെ റിമൂവ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് പ്രൈമറിനെ റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ ആ മ്യൂട്ടേറ്റഡ് ആയിട്ടുള്ള ജീൻ സെഗ്മെന്റിനെ മുറിച്ച് മാറ്റുക എന്നതാണ് എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെയുള്ള ബേസിൽ ഹൈഡ്രജൻ ബോണ്ടിങ്ങിൽ ബ്രേക്ക് വരുത്തുക. അപ്പോൾ അവിടുത്തെ ന്യൂക്ലിയസ് ആക്ടിവിറ്റി, അവിടെ ഡിപോളിമറൈസ് ആക്ടിവിറ്റി, ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്യുന്ന ആക്ടിവിറ്റി ബ്രേക്ക് ആയിക്കൊള്ളും. അപ്പോൾ ഇങ്ങനെ 5-3' ഡയറക്ഷനിലെ എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ഇനി 3-5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി എന്ന് വെച്ചാൽ എക്സൈസ് മിസ്മാച്ച്ഡ് ന്യൂക്ലിയോടൈഡുകളെ. ഇപ്പം നോക്കിക്കേ, ഗ്വാനിൻ സൈറ്റോസിനുമായിട്ടാണ് ഇവിടെ ബോണ്ട് വരേണ്ടത്. അപ്പോൾ നോക്കിക്കേ, അടുത്ത സെഗ്മെന്റിലെ അഡിനിനും ഗ്വാനിനുമായിട്ട് ഇവിടെ ഒരു മിസ്മാച്ച്, ഒരു ചേരാൻ പറ്റാത്ത ഒരു ന്യൂക്ലിയോടൈഡ് വന്നുപോയി. അങ്ങനെയുള്ള കണ്ടീഷൻസിൽ ഇതിനെ കട്ട് ചെയ്ത് കളയുന്നത് 3-5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയാണ്. ഇപ്പോൾ 2 തരത്തിലാണ് എക്സോ ന്യൂക്ലിയസ് ഫംഗ്ഷൻ ഉള്ളത്. ഒന്ന് 5-3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി, ഒന്ന് 3-5'. ബാക്ടീരിയയിൽ കാണപ്പെടുന്ന 3 DNA പോളിമറൈസുകൾക്കും ഈ 3-5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉണ്ട്. എന്നാൽ 5-3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി DNA പോളിമറൈസ് 1-ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? ഹലോ, കേൾക്കുന്നുണ്ടോ? ഓക്കെ. ഇനി നമുക്ക് നോക്കാം. DNA polymerase 1 is mainly responsible for proofreading and filling the gap, repairing DNA damage. ഇപ്പോൾ DNA ഇങ്ങനെ ഈ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെല്ലാം DNA പോളിമറൈസ് എൻസൈം വന്ന് ഇങ്ങനെ ആഡ് ചെയ്ത് പോവുക. ആ സമയത്ത് ഇത് DNA പോളിമറൈസ് 1-നാണ് ഒരു പ്രത്യേകത ഉള്ളത്. എന്താണ് ആ പ്രത്യേകത? ഇങ്ങനെ DNA പോളിമറൈസ് ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്തുകൊണ്ട് പോയി ആ ഒരു സ്ട്രാൻഡ് ഇങ്ങനെ ഫോം ചെയ്തു. ഈ ഫോം ചെയ്ത സ്ട്രാൻഡിൽ തിരിച്ചു വന്ന് നോക്കണം എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന്. ആ മിസ്റ്റേക്ക് ചെയ്യാൻ ഏറ്റവും മിടുക്കുള്ളത് DNA പോളിമറൈസ് 1-നാണ്. കാരണം അയാൾക്ക് മാത്രമേ 5-3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉള്ളൂ. അവിടെ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതിനെ എറർ ചെയ്യാനുള്ള കഴിവ് DNA പോളിമറൈസ് 1-നാണുള്ളത്. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാം ഇറ്റ് ഈസ് മെയിൻലി റെസ്പോൺസിബിൾ ഫോർ പ്രൂഫ് റീഡിംഗ് ആൻഡ് ഫില്ലിംഗ് ദ ഗ്യാപ്പ്. അപ്പോൾ അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്യാപ്പിനെ ഫില്ല് ചെയ്യാൻ DNA പോളിമറൈസ് ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ കൂടെ അവിടെ ആഡ് ചെയ്ത് കൊടുക്കാം. അങ്ങനെ DNAക്കകത്ത് നടക്കാൻ പോകുന്ന ഡാമേജിനെ റിപ്പയർ ചെയ്യാനുള്ള കഴിവും DNA പോളിമറൈസ് 1-നുണ്ട്. ഓക്കെ, മനസ്സിലായോ? അപ്പോൾ DNA പോളിമറൈസ് 1-ന് 3-5' ന്യൂക്ലിയോടൈഡുകളെ ആഡ് ചെയ്ത് കൊടുക്കാനുള്ള കഴിവ് 3 പേർക്കും ഉണ്ട്. പക്ഷേ ആഡ് ചെയ്ത് കൊടുത്തപ്പോൾ എന്തെങ്കിലും എറർ സംഭവിച്ചിട്ടുണ്ടോ, തിരിച്ചു വന്നത് ചെക്ക് ചെയ്യാൻ, ഈ 5-3' ഡയറക്ഷനിൽ വല്ല കുഴപ്പമുണ്ടോ എന്ന് ചെക്ക് ചെയ്യാനുള്ള കഴിവ് DNA പോളിമറൈസ് 1-ന് തന്നെ ഉള്ളൂ. അതുകൊണ്ട് തന്നെ DNA-യിൽ സംഭവിക്കേണ്ടിയിരുന്ന ഡാമേജിനെ പ്രൂഫ് റീഡ് ചെയ്ത് കറക്റ്റ് ചെയ്യാനുള്ള കഴിവ് DNA പോളിമറൈസ് 1-ന് മാത്രമേ ഉള്ളൂ. ഇനി നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് DNA പോളിമറൈസ് 1 ഇങ്ങനെ ഒരു ക്ലീവേജ് നടത്തുന്നത്.
ഒരു സ്മോൾ ഫ്രാഗ്മെന്റ് ഒരു ലാർജ് ഫ്രാഗ്മെന്റുമായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. DNA പോളിമറൈസ് 1 വന്ന് ഇവിടെ മിസ്റ്റേക്ക് കണ്ടെത്തിയപ്പോൾ അവിടെ ക്ലീവേജ് നടത്തി. അങ്ങനെ ക്ലീവേജ് നടത്തി എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി നടത്തി കട്ട് ചെയ്ത് അല്ലെങ്കിൽ ഇങ്ങനെ മാറ്റുന്നു. അല്ലെങ്കിൽ തന്നെ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സ്മോൾ ഫ്രാഗ്മെന്റും ഒരു ലാർജ് ഫ്രാഗ്മെന്റും നമുക്ക് കിട്ടും. സ്മോൾ ഫ്രാഗ്മെന്റിന് അവിടെ 5' 3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റിയാണ് നടന്നത്. ലാർജ് ഫ്രാഗ്മെന്റിൽ നമ്മൾ ക്ലിനോ ഫ്രാഗ്മെന്റ് എന്ന് വിളിക്കും, ഹാവിംഗ് DNA പോളിമറൈസേഷൻ ആൻഡ് 3' 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി. അപ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ പറയാൻ കാരണം, ഇവിടെ ഈ അഡിനിൻ എന്ന് പറഞ്ഞ ഈ ഒരു സ്മോൾ ന്യൂക്ലിയോടൈഡ് സീക്വൻസിന്റെ അവിടെ വന്നിട്ട് ഇവിടെ ഒരു എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്തു. DNA പോളിമറൈസ് 1 ഇപ്പോൾ ഒരു വലിയ സ്ട്രാൻഡ് ആയിരുന്നു. ഇവിടെ DNA പോളിമറൈസ് 1 ക്ലീവ് ചെയ്ത് ഇതിനെ 2 ഫ്രാഗ്മെന്റ് ആയിട്ട് തരംതിരിച്ചു, ഒരു സ്മോൾ ഫ്രാഗ്മെന്റും ഒരു ലാർജ് ഫ്രാഗ്മെന്റും. അപ്പോൾ ഈ സ്മോൾ ഫ്രാഗ്മെന്റിന്റെ ഇവിടെ 5' 3' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി നടന്നു. ലാർജ് ഫ്രാഗ്മെന്റ് നമുക്കവിടെ സെപ്പറേറ്റ് ചെയ്ത് കിട്ടി, അത് 3' 5' എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി കഴിഞ്ഞതാണ്. അതായത് ഇവിടെ ഗ്രോത്ത് ഇങ്ങനെ നടത്തി കൊണ്ടുപോയതാണ് ഈ DNA പോളിമറൈസ്. പെട്ടെന്ന് അവിടെ ഒരു മിസ്മാച്ച് കണ്ടു, ഇയാൾ തിരിച്ചു വന്നു. ഈ സ്മോൾ ഫ്രാഗ്മെന്റിന്റെ ഇവിടെ അഡിനിന്റെ അവിടെ വെച്ചിട്ട് 5' 3' ഇവിടെ ഒരു എക്സോ ന്യൂക്ലിയസ് ആക്ടിവിറ്റി പുള്ളി നടത്തി. അപ്പം നമുക്ക് 2 വ്യത്യസ്ത ഫ്രാഗ്മെന്റുകളെ കിട്ടി. ഇങ്ങനെ കിട്ടിയ ലാർജ് ഫ്രാഗ്മെന്റിനെ നമുക്ക് വിളിക്കാം ക്ലിനോ ഫ്രാഗ്മെന്റ് എന്ന് വിളിക്കാം. പിന്നെ ഒരു സ്മോൾ ഫ്രാഗ്മെന്റും കിട്ടി. അപ്പോൾ ഇനി അടുത്ത നമ്മൾ പറഞ്ഞ DNA പോളിമറൈസ് 2നെ പറ്റിയാണ്. ഇറ്റ്സ് ടെമ്പററിലി ഫങ്ഷണൽ വെൻ DNA പോളിമറൈസ് 1 ആൻഡ് DNA പോളിമറൈസ് 3 ആർ നോട്ട് ഫങ്ഷണൽ. അപ്പോൾ DNA പോളിമറൈസ് 1ഉം DNA പോളിമറൈസ് 3 ആർ നോട്ട് ഫങ്ഷണൽ ആണെങ്കിൽ താൽക്കാലികമായിട്ട് നമ്മുടെ DNA സഹായിക്കാൻ വരുന്ന ആളാണ് DNA പോളിമറൈസ് 2. സ്റ്റിൽ capable for doing synthesis on the damaged template. എന്തെങ്കിലും ഡാമേജ് ഉണ്ടായി എങ്കിൽ ആ ടെംപ്ലേറ്റിലോട്ട് വന്ന് അതിനെ റെക്ടിഫൈ ചെയ്യാൻ ഇയാൾ സഹായിക്കും. പാർട്ടിസിപ്പേറ്റ് ഇൻ DNA റിപ്പയർ പ്രോസസ്സ്. DNA പോളിമറൈസ് 2ന്റെ പ്രധാന ഫംഗ്ഷൻ DNA റിപ്പയർ മെക്കാനിസത്തിൽ പങ്കെടുക്കുക എന്നുള്ളതാണ്. ഇനി DNA പോളിമറൈസ് 3 ആണ് എ ഹെട്രോഡൈമർ എൻസൈം കമ്പോസ്ഡ് ഓഫ് 10 ഡിഫറെൻറ്റ് സബ് യൂണിറ്റ്. DNA പോളിമറൈസ് 3ന്റെ നമ്മൾ സ്ട്രക്ചറൽ ഘടന നേരത്തെ പറഞ്ഞതാണ്, ഒരു ഹെട്രോഡൈമർ എൻസൈം ആണ്. കൂടാതെ ഇതിന് 10 ഡിഫറെൻറ്റ് സബ് യൂണിറ്റ് ഉണ്ട്. having the highest polymerization activity 10⁵ nucleotide sequence per minute. Per മിനിറ്റിൽ 10⁵ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകൾ ആഡ് ചെയ്യാനുള്ള ഫാസ്റ്റ് ആയിട്ട് മൂവ് ചെയ്യുന്ന ഒരു പോളിമറൈസ് എൻസൈമാണ് DNA പോളിമറൈസ് 3. ദ ട്രൂ എൻസൈം റെസ്പോൺസിബിൾ ഫോർ ദ ഇലോങ്ങേഷൻ പ്രോസസ്. അപ്പം റെപ്ലിക്കേഷന് 3 സ്റ്റെപ്പ് ഉണ്ട്. ആ സ്റ്റെപ്പിൽ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ ഫാസ്റ്റായിട്ട് ആഡ് ചെയ്ത് ഈസി ആയിട്ട് ഒരു പുതിയ ചെയിൻ DNA ഒരു പുതിയ സ്ട്രാൻഡ് ഉണ്ടാക്കാൻ സഹായിക്കുന്നതിൽ മുഖ്യ റോള് വഹിക്കുന്നത് DNA പോളിമറൈസ് 3 ആണ്. അപ്പോൾ ഇത് സബ് യൂണിറ്റുകളെ പറ്റി പറയുകയാണ്. DNA പോളിമറൈസ് 3 നമ്മുടെ ഈക്കോളയിലുള്ള DNA പോളിമറൈസ് 3 എന്ന് പറഞ്ഞ എൻസൈമിന് കുറേ സബ് യൂണിറ്റുകളുണ്ട്. ആൽഫ എപ്സിലോൺ തീറ്റ എന്നൊക്കെ പറഞ്ഞ് കുറേ സബ് യൂണിറ്റുകളുണ്ട്. അപ്പോൾ ഈ ആൽഫയ്ക്കാണ് അവിടെ പോളിമറൈസേഷൻ ആക്ടിവിറ്റി ഉള്ള സബ് യൂണിറ്റ്. ഇനി എപ്സിലോണിനാണ് പ്രൂഫ് റീഡിംഗ് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉള്ളത്, അതിനെ നമ്മൾ കോർ പോളിമറൈസ് എന്ന് വിളിക്കും. തീറ്റയ്ക്കാണ് ഇതിന് ഹോളോ എൻസൈം എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ്. പിന്നെ മറ്റു പല ഡെൽറ്റ ഡാഷ് സൈ ബീറ്റ എന്നൊക്കെ പറഞ്ഞ് നിരവധി സബ് യൂണിറ്റുകളുണ്ട്. നമ്മൾ പ്രധാനമായിട്ട് ഓർത്തിരിക്കേണ്ടത് ഈ DNA പോളിമറൈസ് 3 ബാക്ടീരിയൽ അല്ലെങ്കിൽ പ്രോക്യാരിയോട്ടിൽ കാണുന്ന DNA പോളിമറൈസ് 3 ആൽഫ തീറ്റ എപ്സിലോൺ തീറ്റ എന്ന് പറഞ്ഞ 3 റീജിയൻ ഉണ്ട്, സബ് യൂണിറ്റ് ഉണ്ട്. അതിലെ ആൽഫയാണ് DNA ഈ എൻസൈമായിട്ട് പ്രോട്ടീനായിട്ട് ആക്ട് ചെയ്യുന്നത്, പോളിമറൈസ് C എന്ന് പറയുന്നു. അതിന് പോളിമറൈസേഷൻ ആക്ടിവിറ്റി, ഇയാളാണ് ഒരു ന്യൂക്ലിയോടൈഡ് സീക്വൻസ് ആഡ് ചെയ്ത് ഫാസ്റ്റായിട്ടൊരു ചെയിനിനെ ഗ്രോത്ത് ചെയ്യാൻ സഹായിക്കുന്നത്. അതിൽ എപ്സിലോൺ ആണ് പ്രൂഫ് റീഡിംഗ് എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റി ഉള്ളത്, തീറ്റയാണ് ഹോളോ എൻസൈം എന്നറിയപ്പെടുന്നത്. ഇനി DNA പോളിമറൈസിന്റെ സ്ട്രക്ചറാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ 10 സബ് യൂണിറ്റ് ഉണ്ട്, നമുക്ക് അതെല്ലാത്തിലോട്ടും പോകണ്ട. ഈ 3 പ്രധാനപ്പെട്ട സബ് യൂണിറ്റിന്റെ ഘടനയൊന്ന് നോക്കാം. ഇതിന് 5' 3' പോളിമറൈസിങ് ആക്ടിവിറ്റി ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ആൽഫയ്ക്ക് ഇവിടെ നമുക്ക് കാണാം, ആൽഫയ്ക്ക് 5' 3' 2 ലാർജ് സബ് യൂണിറ്റ് ആയിട്ടാണ് കാണുന്നത്. 5' 3' പോളിമറൈസിങ് ആക്ടിവിറ്റി ഉണ്ട്. അതുപോലെ തന്നെ ഇതിന് 3' 5' എക്സോന്യൂക്ലിയസ് ആക്ടിവിറ്റിയും plays a key role to ensure their replication fidelity.
റെപ്ലിക്കേഷൻ നടന്നതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടോ എന്ന് വളരെ സൂക്ഷ്മമായിട്ട് ചെക്ക് ചെയ്യുന്ന ഒരു സബ് യൂണിറ്റ് ആണ് ഈ പറഞ്ഞ എപ്സിലോൺ. അതുപോലെ തന്നെ തീറ്റ, മെയിൻറ്റെയിൻ ഹെട്രോഡൈമർ സ്ട്രക്ചർ. ഈ എൻസൈമിന് ഒരു ഹെട്രോഡൈമർ സ്ട്രക്ചർ ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നത് തീറ്റയാണ്. അപ്പം ഇങ്ങനെയാണ് ആ എൻസൈമിൻ്റെ ഒരു സ്ട്രക്ചറിനെ കുറിച്ച് പറയുന്നത്. ഇതിങ്ങനെ ന്യൂക്ലിയോടൈഡ് സീക്വൻസിന് ഇങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കുക, അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ ആക്ടിവിറ്റി ഇതിന് വല്ല മിസ്റ്റേക്ക് ഉണ്ടോ, ഇത് കറക്റ്റ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നതും ഈ പറഞ്ഞ സബ് യൂണിറ്റുകളാണ്. അപ്പം ഇത് തന്നെയാണ് വീണ്ടും അതിൻ്റെ സ്ട്രക്ചർ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്. ഇത് കോർ എൻസൈം, ഇത് അതിൻ്റെ ബീറ്റ ക്ലാമ്പ്. ഈ ക്ലാമ്പ് ഓപ്പൺ ചെയ്തിരിക്കുന്നു, അതിന് പല പല ഭാഗങ്ങളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു, 10 സബ് യൂണിറ്റ്. അത് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിരിക്കുക. അപ്പോൾ ന്യൂക്ലിയോടൈഡ് സീക്വൻസിനെ എവിടെയാണ് ആഡ് ചെയ്യുന്നത്? ന്യൂക്ലിയോടൈഡ് സീക്വൻസസ് ആർ ഓൾവേസ് ആഡഡ് ടു ദ ഗ്രോയിങ് സ്ട്രാൻഡ് അറ്റ് ദ 3' എൻഡ്. അപ്പോൾ ഇങ്ങനെ ഒരു ടെംപ്ലേറ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഗ്രോയിങ് സ്ട്രാൻഡ് 3' എൻഡിൽ ആണ് അവിടെ ഒരു ഫ്രീ OH ഗ്രൂപ്പ് കാണും, 3' കാർബണോട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. അവിടെയാണ് ഇവരെന്താ ചെയ്യുന്നത്? ടെർമിനൽ ഡിയോക്സി റൈബോസിൻ്റെ ആ ബേസിസിൽ അവിടെയായിട്ട് ഇവർ ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ ആഡ് ചെയ്ത് കൊടുക്കും. ഫ്രീ 3' ഹൈഡ്രോക്സൈൽ ഗ്രൂപ്പ് ഉണ്ട്, അവിടോട്ടാണ് ന്യൂക്ലിയോടൈഡ് സീക്വൻസുകളെ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ DNA പോളിമറൈസിൻ്റെ ഫംഗ്ഷനെ കുറിച്ച് ഇവിടെ പറയാനുള്ളത്.